ഞാൻ ഡോക്ടർ പ്രസാദ്. ഡയബറ്റിസ്, പ്രീ ഡയബറ്റിസ് എന്നെല്ലാം പലരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു വ്യക്തമായ ധാരണ പലർക്കും ഇല്ല. ഈ പ്രീ ഡയബറ്റിസ് എങ്ങനെയാണ് ഡയബറ്റിസിലേക്ക് എത്തിച്ചേരുന്നത്, ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് പ്രമേഹത്തെ നന്നായിട്ട് തടയാൻ, ഒരു 90% ടൈപ്പ് 2 ഡയബറ്റീസിനും തടയിടാൻ പറ്റും. നിങ്ങളുടെ അടുത്ത തലമുറ, നിങ്ങളുടെ മക്കളൊന്നും രോഗിയാകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. സോ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രീ ഡയബറ്റിസ് എന്താണ്. ഓക്കെ, ഒരു ഡയബറ്റിസ് ഇല്ലാത്ത ഒരാൾ, നിങ്ങൾക്കിപ്പോൾ ഒരു 40 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പ്രമേഹം ഇപ്പോൾ ഇന്ന് പ്രമേഹം വന്നു എന്ന് വിചാരിച്ചാൽ 2-3 മാസം മുമ്പ് നിങ്ങൾക്ക് പ്രമേഹമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രീ ഡയബറ്റിസിലേക്ക് എത്തിച്ചേരുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഒരു 3 മാസം മുമ്പ് നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചു. അത് അരിയോ കിഴങ്ങോ ഗോതമ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഗ്ലൂക്കോസ് ആയി മാറുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് കഴിച്ചു. ഇത് വയറ്റിൽ ചെന്ന് ദഹിച്ചു, ഗ്ലൂക്കോസ് ആയി മാറി. കുടലിന്റെ ഭിത്തിയിലൂടെ ഈ ഗ്ലൂക്കോസ് നമ്മുടെ പോർട്ടൽ വെയിൻസ് വഴി എടുത്ത് അത് പിന്നെ രക്തക്കുള്ളിൽ വന്ന് ലിവറിലൂടെ വന്ന് രക്തക്കുള്ളിലൂടെ ഒഴുകി പോയിട്ട് ഈ ഗ്ലൂക്കോസ് ചെറിയ രക്തക്കുള്ളിലൂടെ പോയി എല്ലാ കോശങ്ങളിലും കൊണ്ടുപോയി എനർജിക്ക് വേണ്ടി കൊടുക്കും. അത് കോശങ്ങളുടെ അകത്ത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മുടെ കുടലിലൂടെ 100 ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കയറുമ്പോൾ ആ കുടലിന്റെ ഭിത്തിയിൽ ഇൻക്രെറ്റിൻസ് എന്ന് പറഞ്ഞ GIP, GLP-1 പറഞ്ഞ 2 ഹോർമോൺസ് ഉണ്ട്, ലോക്കൽ ഹോർമോൺസ് ആണ്. സോ 100 ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കയറിയാൽ ഉടനെ പാൻക്രിയാസിലേക്ക് മെസ്സേജ് കൊടുക്കും. നമ്മുടെ പാൻക്രിയാസിന്റെ ഉള്ളിൽ നിന്നും ഒരു 100 ഇൻസുലിൻ രക്തത്തിലേക്ക് വരും. 500 ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കയറിയാൽ 500 ഇൻസുലിൻ ബ്ലഡിലേക്ക് വരും. ഇത് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ഒരു വലിയ രക്തക്കുള്ളിലേക്ക് വന്നു. അത് 2, 4, 8, 16 തിരിഞ്ഞ് 10 ലക്ഷം കോടി കോശങ്ങൾ ഉണ്ടെങ്കിൽ 10 ലക്ഷം കോടി ചെറിയ രക്തക്കുഴൽ ഈ ഇൻസുലിനും ഗ്ലൂക്കോസും കൂടെ ബ്ലഡിലൂടെ ഒഴുകി എല്ലാ ചെറിയ രക്തക്കുഴലുകളിലെത്തും. ഈ ചെറിയ രക്തക്കുഴലിൽ നിന്നും കോശങ്ങളുടെ അകത്തേക്ക് ഗ്ലൂക്കോസിനെ കടത്തിവിടുന്ന ഒരു ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ ഒരു താക്കോല് പോലെയാണ് ഇൻസുലിൻ പ്രവർത്തിക്കുക. ഈ കോശങ്ങളുടെ ഡോർ, അതിന് ഇൻസുലിൻ റിസപ്റ്റർ എന്നാ പറയുക. ഈ ഇൻസുലിൻ ചെന്നിട്ട് ആ ഡോറ് തുറക്കുന്നു, ഗ്ലൂക്കോസിനെ കോശത്തിൻ്റെ അകത്ത് കടക്കുന്നു, ഡോർ അടക്കുന്നു. 100 ഗ്ലൂക്കോസ് ബ്ലഡിലുണ്ടെങ്കിൽ ഇതിൽ 75 ഗ്ലൂക്കോസും ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മുടെ മസിൽസിന്റെ അകത്താണ്. സ്കൈൻ്റെയും കാലിൻ്റെയും ഉടലിൻ്റെയും സ്കെൽറ്റൽ മസിൽസ്, ഈ മസിൽസിന്റെ അകത്താണ് സ്റ്റോർ ചെയ്യുക. ഒരു 20% ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇത് ഇപ്പം നടക്കുന്ന ആളുടെ കാലിലെ ഗ്ലൂക്കോസ് എനർജി ആവുന്നതനുസരിച്ച് ലിവറിലെ ഗ്ലൂക്കോസ് കാലിലേക്ക് കൊടുക്കും. ബാക്കിയുള്ള മസിലിലെ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വരികയോ കാലിലേക്ക് കൊടുക്കാനോ പറ്റില്ല. അത് കാരണം മസിൽസിന് അത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ഇല്ലാത്തത് കൊണ്ടാണത്. സോ ഈ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത്, ഇപ്പോൾ ആശാരി കൈകൊണ്ട് ജോലി ചെയ്യുന്നു, ആശാരിയുടെ കൈയിലേക്കാണ് ലിവറിലെ ഗ്ലൂക്കോസ് എനർജിക്ക് ഗ്ലൂക്കോസ് ഉപയോഗിച്ച് പോകുന്നതനുസരിച്ച് സപ്ലൈ ചെയ്യുക. സോ ഏത് മസിൽസിലാണോ കൂടുതൽ എനർജി ആവശ്യം അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് 20% ഗ്ലൂക്കോസ് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത്. ബാക്കി 5% തലച്ചോറ്, ഹൃദയം, കിഡ്നി തുടങ്ങിയ അവയവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. റൈറ്റ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, അധ്വാനവും വ്യായാമം ഇല്ലാത്ത ഒരാൾക്ക് പ്രീ ഡയബറ്റിസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. മസിൽസിൻ്റെ അകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി ഒരു 2% മാത്രമാണ്. സോ 100 ഗ്രാം മസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 2% ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തേക്കുന്നു. ആ ഗ്ലൂക്കോസ് എനർജി ആവുന്നത് അധ്വാനിക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴാണ്. പക്ഷെ അധ്വാനം വ്യായാമം ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആ ഗ്ലൂക്കോസ് എനർജി ആകുന്നില്ല. മസിൽസിൽ സ്റ്റോറേജ് ഫുള്ളാണ്. നടക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ചെറുതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ സ്ലോയിൽ ഗ്ലൂക്കോസ് എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ്. അപ്പോൾ എന്ത് പറ്റും? മസിൽസിൻ്റെ അകത്തേക്ക് ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിന് കയറി ചെല്ലാൻ തീരെ സ്ഥലമില്ല. ബ്ലഡിൽ ഇൻസുലിൻ ഉണ്ട്. 500 ഇൻസുലിൻ ബ്ലഡിലുണ്ട്, 500 ഗ്ലൂക്കോസ് ബ്ലഡിലുണ്ട്. പക്ഷേ ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റുന്നില്ല. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. മസിൽ ലെവലിൽ, ലിവർ ലെവലിൽ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് പതുക്കെ കൂടാൻ തുടങ്ങും. ഹൈപ്പർ ഗ്ലൈസീമിയ, അത് 100 തൊട്ട് 125 വരെ ഫാസ്റ്റിംഗ് ഷുഗർ വരുമ്പോൾ നമ്മൾ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. 100ന്റെ താഴെ നോ ഡയബറ്റിസ്, 126 മുകളിലേക്ക് ഡയബറ്റിസ് തുടങ്ങി എന്ന് പറയുന്നത്. ബ്ലഡിൽ ഇൻസുലിൻ കെട്ടിക്കിടക്കുന്നു, ഹൈപ്പർ ഇൻസുലിനീമിയ. ഈ പ്രീ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇൻസുലിൻ എത്രത്തോളം ഉണ്ട് ബ്ലഡിൽ. ഇൻസുലിൻ നോർമൽ റേഞ്ച് ഉണ്ട്, അതിനേക്കാൾ കൂടുതലായിരിക്കും സാധാരണഗതിയിൽ പ്രീ ഡയബറ്റിസിൽ. ഹൈപ്പർ ഇൻസുലിനീമിയ.
ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവലും അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഹോമ IR ഇൻഡെക്സ് എന്ന് പറയും. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് സ്റ്റഡി. സോ മസിൽ ലെവൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ബ്ലഡിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. ബ്ലഡിൽ ഒരു ജോലിയില്ലാതെ ഇൻസുലിൻ വെറുതെ കെട്ടിക്കിടക്കുന്നു, എന്ത് പറ്റും? പാൻക്രിയാസിൽ നിന്ന് വീണ്ടും വീണ്ടും ബ്ലഡിലേക്ക് ഇൻസുലിൻ ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ? സോ ഗ്രാജുവലി എന്ത് പറ്റും? പാൻക്രിയാസിന് കേടൊന്നുമില്ല, പക്ഷെ ഇൻസുലിന്റെ ബ്ലഡിലേക്കുള്ള ചാട്ടം പതുക്കെ പതുക്കെ പുറകോട്ട് പോകാൻ തുടങ്ങും. ചാട്ടം കുറയുമ്പോൾ പ്രൊഡക്ഷൻ കുറയും. കണ്ണീര് ചാടുന്തോറും ഉമിനീര് ഉണ്ടാകുന്നത് പോലെ, കണ്ണീര് ചാടുന്തോറും വീണ്ടും കണ്ണീര് ഉണ്ടാകുന്ന പോലെ, ഉമിനീര് ചാടുന്തോറും ഉമിനീര് ഉണ്ടാകുന്നത് പോലെ. സോ ഈ ചാട്ടം കുറഞ്ഞു കുറഞ്ഞു വരുന്തോറും പ്രൊഡക്ഷൻ കുറയുന്നു. പതുക്കെ പതുക്കെ പാൻക്രിയാസ് ഒരു ലേസി ആകാൻ തുടങ്ങുന്നു. 20-ാം വയസ്സിൽ ഓടുന്ന പോലെ 70-ാം വയസ്സിൽ ഓടാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ പാൻക്രിയാസ് പതുക്കെ പതുക്കെ മടി പിടിച്ചു തുടങ്ങും. ഇതാണ് പ്രീ ഡയബറ്റിസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹൈപ്പർ ഗ്ലൈസീമിയ 100 തൊട്ട് 125 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഹൈപ്പർ ഇൻസുലിനീമിയ ആൻഡ് ലേസി പാൻക്രിയാസ്, കേടുള്ള പാൻക്രിയാസ് വെച്ച് മടി പിടിച്ചിരിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് ഡയബറ്റിസിലേക്ക് പോകുന്നത്? ഈ പ്രീ ഡയബറ്റിസ് ബ്ലഡ് ഷുഗർ കൂടി തുടങ്ങിയെന്ന് കണ്ടാൽ ലോകം മുഴുവനുള്ള ആളുകൾ ചെയ്യുക, ഈ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. പിന്നെ പട്ടിണിയായി, പരിവട്ടമായി, വിത്തൗട്ട് ആക്കുന്നു. പിന്നെ കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇതൊരു നാട്ടു നടപ്പ് പോലെ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുകയാണ്. പ്രമേഹത്തിന്റെ എന്ന് കേട്ടാൽ പട്ടിണി തുടങ്ങും. പിന്നെ ശരീരത്തിന് വേണ്ടി എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ്. നിങ്ങൾ പട്ടിണി കിടന്നാലൊന്നും പ്രമേഹം മാറില്ല, പ്രമേഹം വരാതിരിക്കില്ല. സോ പ്രീ ഡയബറ്റിസിലേക്കുള്ള പ്രോഗ്രഷൻ എങ്ങനെ തടയാം? ഇത് ഗുളികകൾ കൊണ്ടാണോ തടയേണ്ടത്? അല്ല ഇൻസുലിൻ ഇസ് ദ ബെസ്റ്റ് എന്ന് കേട്ടിട്ട് പലരും ഇൻസുലിൻ കുത്തുന്ന ആൾക്കാരുണ്ട്. ചോദിച്ചു മേടിക്കും പല രോഗികൾ. ഇൻസുലിനാണ് കുത്തിവെക്കേണ്ടത്. ബ്ലഡിൽ ഹൈപ്പർ ഇൻസുലിനീമിയല്ലേ, ബ്ലഡിൽ ഇൻസുലിൻ പണിയില്ലാതെ ആയിട്ടില്ല, വെറുതെ കെട്ടിക്കിടക്കിൽ ഇൻസുലിൻ അവിടെ. അവർക്ക് ഇൻസുലിനാണോ വേണ്ടത്, ഗുളികയാണോ വേണ്ടത്? അല്ലെങ്കിൽ മസിൽസിൻ്റെ അകത്ത് അടിഞ്ഞെടുക്കുന്ന ഗ്ലൂക്കോസ് എക്സസൈസ് എനർജി ആക്കി കളയണം. അതിന് ആമ പോകുന്ന പോലെ നടന്ന് കാണിക്കണോ? അല്ലെ എല്ലാ മസിൽസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഗ്ലൂക്കോസ് എല്ലാ മസിലും കൊണ്ട് വ്യായാമം ചെയ്ത് മാക്സിമം ഗ്ലൂക്കോസ് കത്തിച്ച് കളഞ്ഞാൽ, ബ്ലഡിലെ ഗ്ലൂക്കോസ് എല്ലാ മസിലിലേക്കും കയറിപ്പോയാൽ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ വിൽ ബി യൂസ്ഡ്. അപ്പോൾ ആ ഇൻസുലിനിലെ ഗ്ലൂക്കോസിനെ മസിലിലേക്ക് കടത്തിവിടുന്നത്. സോ ഗ്രാജുവലി ഹൈപ്പർ ഗ്ലൈസീമിയയും കുറയും, ഇൻസുലിനീമിയയും കുറയും, ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കുറയാൻ തുടങ്ങില്ലേ. സോ ഗ്രാജുവലി എക്സസൈസസ് കൂട്ടിക്കൊണ്ടുവന്ന് ഒപ്പം ഒരു ഡയറ്റ് കൺട്രോൾ, അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അകത്തേക്ക് ചെല്ലുന്ന അരിയും കിഴങ്ങും ഗോതമ്പും റവ മൈദ എല്ലാം ഗ്ലൂക്കോസ് തന്നെയായി മാറുന്നു ഓർക്കുക. സോ അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റും. കാര്യം ഒബസിറ്റി പ്രീ ഡയബറ്റീസിൻ്റെയും ഡയബറ്റീസും കൊണ്ട് കാരണമെന്ന് ഓർക്കണം. ഇൻട്രാമസ്കുലർ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തതിന് ശേഷം, മസിൽസിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തതിന് ശേഷം അതിനേക്കാൾ കൂടുതൽ എനർജി ആവശ്യമുണ്ടെങ്കിൽ കൊഴുപ്പാണ് എനർജിക്ക് എടുക്കുക. ആ കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ TGL. സോ അന്നന്ന് കഴിക്കേണ്ട ഭക്ഷണത്തിൽ ചെല്ലുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കുറച്ച് കൊണ്ടുവരികയും എല്ലാ മസിലോട് പ്രത്യേക അസെൻഡിങ് ഗ്രേഡിൽ എക്സസൈസ് ചെയ്തിട്ട്, അത് പ്രത്യേക പ്രോഗ്രഷൻ വേണം അതിന്. ചെറിയ വെയിറ്റ് ട്രെയിനിങ് ആയിക്കൊണ്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ഗ്ലൂക്കോസ് കത്തിച്ച് ഇവിടെ ഫാറ്റ് എടുക്കാൻ തുടങ്ങും. അങ്ങനെ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് എനർജി ആക്കി കളയുന്ന ഒരു വ്യായാമം എല്ലാ മസിൽസ് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ബ്ലഡിൽ നിന്നും എല്ലാ മസിൽസിലേക്കും ഗ്ലൂക്കോസും TGL എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കില്ലേ. ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാവില്ലേ. ഹൈപ്പർ ഗ്ലൈസീമിയ കുറഞ്ഞു വരും, കൊഴുപ്പടിയുന്നത് തടയപ്പെടും. ഹൈപ്പർ ഇൻസുലിനീമിയ കുറഞ്ഞു വരും. ഓട്ടോമാറ്റിക്കലി പാൻക്രിയാസിൽ നിന്നും കൂടുതൽ ഇൻസുലിൻ ചാടുകയും പ്രൊഡക്ഷൻ നോർമലാകും. പാൻക്രിയാസ് ബാക്ക് ടു നോർമൽ ആവില്ലേ. ഇതിന് പകരം എക്സസൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിന് പകരം മെഡിസിൻ കൊണ്ട് എന്നെ ടാക്കിൾ ചെയ്യാൻ പറഞ്ഞുകൊടുത്താണ് പ്രശ്നം കിടക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കും. ഒപ്പം വിത്തൗട്ട് ആക്കുമ്പോഴുള്ള കുഴപ്പം, കുടലിലൂടെ ഗ്ലൂക്കോസ് കയറുമ്പോഴാണ് പാൻക്രിയാസിന് ഇൻസുലിൻ ചാടുക. ഇൻക്രിറ്റിൻ എഫക്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ChatGPT നോക്കിയാൽ കിട്ടും. വാട്ട് ഈസ് ഇൻക്രിറ്റിൻ എഫക്റ്റ്? ഈ പ്രകൃതിയിൽ നിങ്ങളുടെ പാൻക്രിയാസിൻ്റെ അകത്തുള്ള ഇൻസുലിനെ ബ്ലഡിലേക്ക് ചാടിക്കാനുള്ള കഴിവ് ഗ്ലൂക്കോസിന് മാത്രമേ ഉള്ളൂ. സ്ലോ ഗ്ലൂക്കോസോ ഫാസ്റ്റ് ഗ്ലൂക്കോസ്, ഏത് ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, അല്ല ബ്ലഡ് ഗ്ലൂക്കോസ് അളവിനനുസരിച്ച് ഡിപോളറൈസേഷൻ കൊണ്ട് കാൽഷ്യം ഇൻഫ്ലക്സൻ്റ് ആയിട്ട് ചാടുന്ന തരത്തിലോ ഇൻക്രിറ്റിൻ എഫക്റ്റ് ഏത് തരത്തിൽ ചിന്തിച്ചോളൂ. പാൻക്രിയാസിൻ്റെ അകത്ത് ഇൻസുലിൻ ബ്ലഡിലേക്ക് ചാടുന്നത് ബ്ലഡിലെ ഗ്ലൂക്കോസ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ചും
കുടലിലൂടെ ഗ്ലൂക്കോസ് കയറുന്നതനുസരിച്ച് ഇൻക്രെറ്റിൻ എഫക്റ്റിനനുസരിച്ചാണ്. ഇവിടെ ചെറിയൊരു ഹുക്ക് നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഭക്ഷണങ്ങളെല്ലാം വല്ലാതെ കുറച്ചൊരു പട്ടിണിയും പരിവിട്ടും പോയി വിത്തൗട്ട് ആക്കുകയും ചെയ്ത് വ്യായാമം ചെയ്യാതെ മെഡിസിൻസിൻ്റെ ലോകത്തേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ ചിട്ടയായ വ്യായാമം ചെയ്ത് വളരെ പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്ത് ക്വാളിറ്റിയുള്ള ഭക്ഷണം വളരെ പ്ലാൻഡായിട്ട് കഴിച്ചിട്ട് പ്രകൃതിയുടെ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് എത്രത്തോളം അകന്നു പോകുന്നു, നമ്മൾ രോഗിയാണ് അത്രയും ചാൻസ് കൂടുന്നു ചിന്തിക്കുക. പാൻക്രിയാസിന്റെ ജോലി എന്താണ്? എന്തിനാണ് പാൻക്രിയാസ് അകത്തിരിക്കുന്നത്? തലച്ചോറിന് അതിന്റെ ജോലി, കണ്ണിന് അതിന്റെ ജോലി, മൂക്കിന് അതിന്റെ ജോലി, നാക്കിന് അതിന്റെ ജോലി. പാൻക്രിയാസിനൊരു പർപ്പസ് ഉണ്ട്, അതിനൊരു ധർമ്മമുണ്ട്. സോ ആ ജോലി എന്താണെന്ന് തിരിച്ചറിയുക, പ്രകൃതിയുടെ നിയമങ്ങൾ സൂക്ഷിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് പ്രീ ഡയബറ്റീസിലേക്ക് പോകുന്നത്, അത് പോകാതെ തടയാൻ എന്ത് ഈസിയാണ്. ആ കൂട്ടത്തിൽ ഭാവിയിൽ വരാമെന്ന് മുഴുവൻ കോംപ്ലിക്കേഷൻസ് ഇല്ലാതാവും. രക്തക്കൊള്ള ഗ്ലൂക്കോസും കൊഴുപ്പടി അത് എനർജി ആക്കുന്നതോടുകൂടി പ്രഷർ കൂടാൻ, ഷുഗർ കൂടാൻ, കൊളസ്ട്രോൾ കൂടാൻ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാവിയിൽ എല്ലാ കോംപ്ലിക്കേഷൻസും ഇല്ലാതാവും. ഏജിങ് പ്രോസസ് വിൽ ബി റിവേഴ്സ്ഡ്. നിങ്ങൾക്ക് സെക്സ് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയും. ഹൈപ്പോതൈറോയിഡിസം, അൽഷിമർ, ഈവൻ എല്ലാം ക്യാൻസർ അടങ്ങിയ എല്ലാ രോഗങ്ങളും വരാനുള്ള സാധ്യത ഇല്ലാതാവും. സോ പഴയ വൈദ്യൻ പറഞ്ഞതുപോലെ ദുർമേധസ് അടിഞ്ഞുകൂടാൻ സമ്മതിക്കാതെ ദുർമേധസ് അടിഞ്ഞുകൊണ്ടുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കുന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ അടിസ്ഥാന തത്വം, എങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി പഠിച്ചിട്ട് അത് സ്വന്തം ലൈഫിൽ പ്രാക്ടിക്കലാക്കും. ഡയബറ്റീസ് എല്ലാം പ്രിവെൻറ്റബിൾ ആണ്. ആൻഡ് ഈവൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ ആണ്. 100% റിവേഴ്സിബിൾ ആണെന്ന് പറയാൻ തുടക്കക്കാർക്ക്. വല്ലാതെ പഴകി കഴിയുമ്പോഴാണ്, പാൻക്രിയാസ് വല്ലാതെ കേടായി കഴിഞ്ഞാലാണ് നമുക്ക് റിവേഴ്സിബിൾ അല്ലാതാവുന്നത്. സോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്ലാൻ ചെയ്യുക, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് ലൈഫിൽ പ്രാക്ടിക്കലാക്കുക. അതാണ് ചികിത്സ.